റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കാത്തിരുന്ന ദിനം വന്ന് ചേരുന്നതാ, കാത്തിരിപ്പിൻ സുഖം കണ്ണിൽ കാണുന്നേതാ, ആരവങ്ങൾ മദീനത്ത് കേൾക്കുന്നതാ, ആരവങ്ങൾ മദീനത്ത് കേൾക്കുന്നതാ, കാത്തിരുന്ന ദിനം വന്ന് ചേരുന്നതാ, കാത്തിരിപ്പിൻ സുഖം കണ്ണിൽ കാണുന്നേതാ, ആരവങ്ങൾ മദീനത്ത് കേൾക്കുന്നതാ, ദിക്ക് മക്ക വിട്ട് മുത്ത് പോകുന്നതാ, ജന്മദേശം വിട ചൊല്ലി മറയും വ്യത, റബ്ബ് അറിയിച്ചതാ വാക്ക് നെഞ്ചേറ്റതാ, റബ്ബ് അറിയിച്ചതാ വാക്ക് നെഞ്ചേറ്റതാ, ചെന്നെത്താനുള്ള വഴിയല്ല കാണിച്ചതാ, കാത്തിരുന്ന ദിനം വന്ന് ചേരുന്നതാ, കാത്തിരിപ്പിൻ സുഖം കണ്ണിൽ കാണുന്നതാ, ആരവങ്ങൾ മദീനത്ത് കേൾക്കുന്നതാ, ആരവങ്ങൾ മദീനത്ത് കേൾക്കുന്നതാ, മുത്തിൻ ശ്വാസം അറിഞ്ഞു മദീനാപുരി, പാദം ചുംബിച്ചു പുളകത്താൽ ആ മൺതരി, റബ്ബ് അറിയിച്ചതാ വാക്ക് നെഞ്ചേറ്റതാ, റബ്ബ് അറിയിച്ചതാ വാക്ക് നെഞ്ചേറ്റതാ, ചെന്നെത്താനുള്ള വഴിയല്ല കാണിച്ചതാ, കാത്തിരുന്ന ദിനം വന്ന് ചേരുന്നതാ, കാത്തിരിപ്പിൻ സുഖം കണ്ണിൽ കാണുന്നതാ, ആരവങ്ങൾ മദീനത്ത് കേൾക്കുന്നതാ, ആരവങ്ങൾ മദീനത്ത് കേൾക്കുന്നതാ, കാത്തിരുന്ന ദിനം വന്ന് ചേരുന്നതാ, കാത്തിരിപ്പിൻ സുഖം കണ്ണിൽ കാണുന്നതാ, ആമോദത്തിൻ ഗീതങ്ങൾ ലോകം പാടുന്നേ, ആഹ്ലാദത്തിൻ ആവേശം പാദം നീടുന്നേ, അന്നേരം അൻസ്വാറിൻ ആഘോഷമായി മർഹബ മർഹബ യാ റസൂൽ, മർഹബ മർഹബ യാ റസൂൽ, ആമോദത്തിൻ ഗീതങ്ങൾ ലോകം പാടുന്നേ, ആഹ്ലാദത്തിൻ ആവേശം പാതഞ്ഞിടുന്നേ, അന്നേരം അൻസ്വാറിൻ ആഘോഷമായി മർഹബ മർഹബ യാ റസൂൽ, മർഹബ മർഹബ യാ റസൂൽ. ആ പൂങ്കാവ് മണ്ണിൽ കരുണ തരും വീട്, എന്നും ആ പൊന്നൂറ് മണ്ണിൽ കരുണ തരും നൂറ്, മദീന മദീന മണ്ണിലെ സ്വർഗപ്പൂങ്കാവ്, കാത്തിരുന്ന ദിനം വന്ന് ചേരുന്നതാ, കാത്തിരിപ്പിൻ സുഖം കണ്ണിൽ കാണുന്നതാ, ആരവങ്ങൾ മദീനത്ത് കേൾക്കുന്നതാ, ആരവങ്ങൾ മദീനത്ത് കേൾക്കുന്നതാ, ആ പൂങ്കാവ് മണ്ണിൽ സ്നേഹക്കൂടാണ്, എന്നും ആ പൊന്നൂറ് മണ്ണിൽ കരുണ തരും വീട്, മദീന മദീന മണ്ണിലെ സ്വർഗപ്പൂങ്കാവ്, കാത്തിരുന്ന ദിനം വന്ന് ചേരുന്നതാ, കാത്തിരിപ്പിൻ സുഖം കണ്ണിൽ കാണുന്നതാ, ആരവങ്ങൾ മദീനത്ത് കേൾക്കുന്നതാ, കാത്തിരുന്ന ദിനം വന്ന് ചേരുന്നതാ, കാത്തിരിപ്പിൻ സുഖം കണ്ണിൽ കാണുന്നതാ, ദിക്ക് മക്ക വിട്ട് മുത്ത് പോകുന്നതാ, ജന്മദേശം വിട ചൊല്ലി മറയും വ്യത, റബ്ബ് അറിയിച്ചതാ വാക്ക് നെഞ്ചേറ്റതാ, റബ്ബ് അറിയിച്ചതാ വാക്ക് നെഞ്ചേറ്റതാ, ചെന്നെത്താനുള്ള വഴിയല്ല കാണിച്ചതാ, കാത്തിരുന്ന ദിനം വന്ന് ചേരുന്നതാ, കാത്തിരിപ്പിൻ സുഖം
കണ്ണിൽ കാണുന്നതാ അരവങ്ങൾ മദീനത്ത് കേൾക്കുന്നതാ അരവങ്ങൾ മദീനത്ത് കേൾക്കുന്നതാ കാത്തിരുന്ന ദിനം വന്ന് ചേരുന്നതാ കാത്തിരിപ്പിൻ സുഖം കണ്ണിൽ കാണുന്നതാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. Assalamu alaikum warahmatullahi ta'ala wabarakatuh. Let me share something about Prophet Habib. Let this to be get a chance in Jannatul Baqi. Let me share something about Prophet Habib. Let this to be get a chance in Jannatul Baqi. Mihraj Ravinde Rajakumarenilai. നേർന്നിടാം നൽ സലാം നേർന്നിടാം നൽ സലാം നേർന്നിടാം നൽ സലാം നേർന്നിടാം നൽ സലാം. Let me share something about Prophet Habib. Let this to be get a chance in Jannatul Baqi. Let me share something about Prophet Habib. Let this to be get a chance in Jannatul Baqi. Mihraj Ravinde Rajakumarenilai. നേർന്നിടാം നൽ സലാം നേർന്നിടാം നൽ സലാം നേർന്നിടാം നൽ സലാം നേർന്നിടാം നൽ സലാം. അക്രമങ്ങൾ നിറഞ്ഞുള്ള മക്ക മണൽ ഭൂവിന്മാരിൽ അമ്പിയ മുമ്പർ ഹബീബ് ഇരുളിൻ്റെ മറ നീക്കി ഒളിവിൻ്റെ യുഗമേകി ലോകത്തിൻ വെൺപ്രഭ പാകി. അക്രമങ്ങൾ നിറഞ്ഞുള്ള മക്ക മണൽ ഭൂവിന്മാരിൽ അമ്പിയ മുമ്പർ ഹബീബ് ഇരുളിൻ്റെ മറ നീക്കി ഒളിവിൻ്റെ യുഗമേകി ലോകത്തിൻ വെൺപ്രഭ പാകി. നബിയേതന്തു സ്നേഹമാ നയനം വിധിച്ച സ്നേഹമോ എത്തീമിൻ കണ്ണീരുമായ്ക്കും ഹബീബേ സലാം. നേർന്നിടാം നൽ സലാം നേർന്നിടാം നൽ സലാം നേർന്നിടാം നൽ സലാം നേർന്നിടാം നൽ സലാം. Let me share something about Prophet Habib. Let this to be get a chance in Jannatul Baqi. Let me share something about Prophet Habib. Let this to be get a chance in Jannatul Baqi. Mihraj Ravinde Rajakumarenilai. നേർന്നിടാം നൽ സലാം നേർന്നിടാം നൽ സലാം നേർന്നിടാം നൽ സലാം നേർന്നിടാം നൽ സലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റൂഹിന്നിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ മൗത്തിന്നിലണയുന്ന നേരം മുത്തം തരാമോ നിലാവേ റൂഹിന്നിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ മൗത്തിന്നിലണയുന്ന നേരം മുത്തം തരാമോ നിലാവേ അടയും അന്നെൻ്റെ കൺകൾ തളരും എൻ്റെ കൈകൾ ഇടറും എൻ്റെ മൊഴികൾ തേൻമലരെ അരികിൽ അങ്ങൊന്ന് വന്നാൽ അലിവാൽ മുഞ്ചു തന്നാൽ അതിനമെന്നിൽ കൂട്ടാമോ യാ റസൂലേ യാ ഹബീബേ റൂഹിന്നിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ മൗത്തിന്നിലണയുന്ന നേരം മുത്തം തരാമോ നിലാവേ
അവസാന ശ്വാസം ഞാനെടുക്കുമ്പോൾ കസ്തൂരി ഗന്ധം നിറച്ചിടുമോ? ആരും കേൾക്കാൻ കൊതിക്കും വചനം എന്നുടെ കാതിൽ ചൊല്ലിടുമോ? അവസാന ശ്വാസം ഞാനെടുക്കുമ്പോൾ കസ്തൂരി ഗന്ധം നിറച്ചിടുമോ? ആരും കേൾക്കാൻ കൊതിക്കും വചനം എന്നുടെ കാതിൽ ചൊല്ലിടുമോ? അങ്ങല്ലാതാരാണ് എന്നിൽ തണലായാരാണ്? അങ്ങല്ലാതാരാണ് എന്നിൽ തണലായാരാണ്? റൂഹിന്നിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ? മൗത്തിനിലണയുന്ന നേരം മുത്തം തരാമോ നിലാവേ? ഇരുളാർന്ന ഖബറിൽ ഞാനണയുമ്പോൾ തിരുവട്ടം എന്നിൽ തന്നിടാമോ? ഇടുങ്ങും ഖബറിൻ്റെ ചോടെ ഞാൻ ചേരുമ്പോൾ തിരുനോട്ടം എന്നിൽ നൽകിടാമോ? ഇടുങ്ങും ഖബറിൻ്റെ ചോടെ ഞാൻ ചേരുമ്പോൾ തിരുനോട്ടം എന്നിൽ നൽകിടാമോ? ഇരുളാർന്ന ഖബറിൽ ഞാനണയുമ്പോൾ തിരുവട്ടം എന്നിൽ തന്നിടാമോ? അങ്ങല്ലാതാരാണ് എന്നിൽ തണലായാരാണ്? അങ്ങല്ലാതാരാണ് എന്നിൽ തണലായാരാണ്? റൂഹിന്നിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ? മൗത്തിനിലണയുന്ന നേരം മുത്തം തരാമോ നിലാവേ? അടയും അന്നെൻ്റെ കൺകൾ, തളരും എൻ്റെ കൈകൾ, ഇടറും എൻ്റെ മൊഴികൾ. തേന്മലരെ അരികിൽ അങ്ങൊന്ന് വന്നാൽ, അലിവാൽ മുഞ്ചു തന്നാൽ, അതിനെ മിന്നിൽ കൂട്ടാമോ യാ റസൂലേ യാ ഹബീബേ? റൂഹിന്നിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ? മൗത്തിനിലണയുന്ന നേരം മുത്തം തരാമോ നിലാവേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിലതു നിധിയാണേ, പടിവാതിൽ ചെറുതടിയാണേ, നബി തങ്ങടെ പൂങ്കുടിലാണേ. കനിവാൻ നബിയോരുടെ ഇരപകലുകൾ കണ്ടേ, ഹൈറാം സഹബോരുടെ ഇടപെടലുകൾ കണ്ടേ, അതു കേട്ടു സിദ്ദീഖ് വിളിയാളം യാ റസൂലേ. അതിർപ്പൂവാം ബിലാലിൻ സ്വരനാദം യാ റസൂലേ. പനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിലതു നിധിയാണേ, പടിവാതിൽ ചെറുതടിയാണേ, നബി തങ്ങടെ പൂങ്കുടിലാണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മലേരാം കുലം നിർത്തി നദിപോ മരുഭൂഹയാത്താക്കും ത്വാഹ റസൂൽ. മലേരാം കുലം നിർത്തി നദിപോ
മരൂബുഹയാത്താക്കും ത്വാഹ റസൂൽ കുലം കുറിശുദിത്ത ഹുദാ കലം ലൗഹിൽ ബദിത്ത ബദാ കുലം കുറിശദിനദിനർശാംഗം തലമല മടങ്കലിതാ മഹശറ സാക്ഷി ഗുരു നബിയേ തിരുവഴിയേ അനുഗമിക്കാൻ തിരുഗുരു പുകഴ്മൊഴിയുടെ സരണികളിൽ ഹൃദയം സമർപ്പിക്കാൻ ഇരുജഗമഖിലം ഞാനേദിക്കാം ഇരുജഗമഖിലം ഞാനേദിക്കാം സുഖമോഗമതോ നരകാകുലവും മറന്നു കൊണ്ടതില്ലയിക്കാം മലേരാം കുലം നിർത്തി നദിപ്പോ മരൂബുഹയാത്താക്കും ത്വാഹ റസൂൽ ജലം ഹൗലിനധിപതി വേദാംബർ ഹബീബുള്ള ജാലം ജിന്നിൻ സിന്നാകെ വേദങ്ങൾ മൊകിഞ്ഞുള്ള നല്ല ജയമരുടിടുന്നൊരു ഗുരുപരം പൊരുളറിവിത്ത നബിമുല്ല മലരിത രാജനിലാ നൂറുല്ലല കാരം തന്നിട്ടൊരു വര നല്ല പരം പൊരുളാ ഖാത്തിം റസൂൽ വരവായ് കാവൽ നമുക്കുള്ളതാ ഖാത്തിം റസൂൽ വരവായ് കാവൽ നമുക്കുള്ളതാ ഉണരുന്നൊരുൾ പൂവ് അബുൽ ഖാസിമി ബിൻ അബ്ദില്ല ഉണരുന്നൊരുൾ പൂവ് അബുൽ ഖാസിമി ബിൻ അബ്ദില്ല കൽബറിഞ്ഞ് പുകളോദാം സ്വല്ലല്ലാഹു അലൈഹി സലാം കൽബറിഞ്ഞ് പുകളോദാം സ്വല്ലല്ലാഹു കൽബറിഞ്ഞ് പുകളോദാം സ്വല്ലല്ലാഹു അലൈഹി സലാം മലേരാം കുലം നിർത്തി നദിപ്പോ മരൂബുഹയാത്താക്കും ത്വാഹ റസൂൽ സ്ഥലം കാലമാനം വാഴും അധികാരിയാം നാഥൻ്റെ നാമം കൊണ്ടാലങ്കൃത കരയും പിന്നെ കടലിൻ്റെ നല്ല ജയമരുടിടുന്നൊരു ഗുരുപരം പൊരുളറിവിത്ത നബിമുല്ല മലരിത രാജനിലാ നൂറുല്ലല കാരം തന്നിട്ടൊരു വരം നല്ല പരം പൊരുളാ ഖാത്തിം തിരി തെളിവായ് അതീത വരവായ് ഖാത്തിം തിരി തെളിവായ് അതീത വരവായ് ഉണരുന്നൊരുൾ പൂവ് അബുൽ ഖാസിമി ബിൻ അബ്ദില്ല ഉണരുന്നൊരുൾ പൂവ് അബുൽ ഖാസിമി ബിൻ അബ്ദില്ല അൽപ്പകൾ അറിഞ്ഞോദാം സ്വല്ലല്ലാഹു അലൈഹി സലാം അൽപ്പകൾ അറിഞ്ഞോദാം സ്വല്ലല്ലാഹു അലൈഹി സലാം മലേരാം കുലം നിർത്തി നദിപ്പോ മരൂബുഹയാത്താക്കും ത്വാഹ റസൂൽ കുലം കുറിശുദിത്ത ഹുദാ കലം ലൗഹിൽ ബദിത്ത ബദാ കുലം കുറിശദിനദിനർശാംഗം തലമല മടങ്കലിതാ മഹ്ശറ സാക്ഷി ഗുരു നബിയേ തിരുവഴിയേ അനുഗമിക്കാൻ തിരുഗുരു പുകഴ്മൊഴിയുടെ സരണികളിൽ ഹൃദയം സമർപ്പിക്കാൻ ഇരുജഗമഖിലം ഞാനേദിക്കാം ഇരുജഗമഖിലം ഞാനേദിക്കാം സുഖമോഗമതോ നരകാകുലവും മറന്നു കൊണ്ടതില്ലകിക്കാം മലേരാം കുലം നിർത്തി നദിപ്പോ മരൂബുഹയാത്താക്കും ത്വാഹ റസൂൽ മരൂബുഹയാത്താക്കും ത്വാഹ റസൂൽ മരൂബുഹയാത്താക്കും ത്വാഹ റസൂൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.
വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, ആദരണീയായ ഉസ്താദുമാരെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നാം ഉള്ളത് നബി തങ്ങളെ 1495 ജന്മദിനാഘോഷ വേളയിലാണ്. നമ്മുടെ സ്കൂളിൻ്റെ ഫിൽദ പ്രോഗ്രാമിലേക്ക് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചിതലരിക്കാത്ത ചരിത്രത്തിലെ ഒരു 14ാം നൂറ്റാണ്ട് ഉണരാത്ത ഒരു അറേബ്യൻ ഗാഥ. അവിടേക്കാണ് നമ്മുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വീഴുന്നത്. അന്നും ഇന്നും ഒരേ ഒരു ലക്ഷ്യം, അള്ളാഹുവിനെ പിൻപറ്റി ജീവിക്കുക. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സഹപാഠികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ടാടുന്ന ഈ സുന്ദര സുദിനത്തിൽ നിങ്ങളുടെ മുമ്പിൽ വന്ന് 2 വാക്ക് സംസാരിക്കുവാൻ ലഭിച്ചതിൽ ഞാൻ ഭാഗ്യവാനാണ്. ആരാണ് റസൂൽ? ആരാണ് നമ്മുടെ റസൂൽ? അതെ, അങ്ങ് അറേബ്യയിലെ അബ്ദുൽ മുത്തലിബിൻ്റെ മകനായ അബ്ദുള്ളയുടെയും വഹാബിൻ്റെ മകളായ ആമിന ബിയുടെയും മാണിക്യക്കല്ല്. നമുക്ക് വേണ്ടി ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ട സമരയോദ്ധാവ്, അള്ളാഹു ഏകനാണെന്നും അവനെ മാത്രം ആരാധിക്കണമെന്ന് വിളിച്ചു പറഞ്ഞ ക്ഷമാശീലൻ. നമുക്ക് വേണ്ടി ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചവരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. യതീമക്കളുടെ നിസ്സഹായത നിറഞ്ഞ കണ്ണുകൾ നോക്കി പറഞ്ഞു, ഞാനാണ് നിങ്ങളുടെ ഉപ്പ. അത്ഭുത സാഗരം, അതെ, അത്ഭുത സാഗരം. നമുക്ക് വേണ്ടി ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് പല മർദ്ദനങ്ങളും ഏറ്റവരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നിസ്കാരമെന്ന പുണ്യമേറിയ ഇബാദത്ത് ലോക ജനതയ്ക്ക് സമ്മാനിച്ചവരുമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ എന്ന നബിയുടെ വലിയ മുഹിജത്താണ് ഖുർആൻ, അതും നമുക്ക് സമ്മാനിച്ചു. പുണ്യ റസൂലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ രാവ് കൊണ്ടൊന്നും തീരില്ല. റസൂലിൻ്റെ പുണ്യമേറിയ മുഖം ഒന്ന് കാണാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരവ് നിറഞ്ഞ ഉസ്താദുമാരെ, മറ്റു പണ്ഡിതന്മാരെ, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പാടിയും പറഞ്ഞും കൊണ്ടിരിക്കുന്ന ഫിൽദയുടെ ഈ വേദിയിൽ എനിക്ക് നിങ്ങളുമായി സംവദിക്കാനുള്ള വിഷയം തീർത്തും തിരുനബി ദർശനങ്ങളും പുതിയ കാല വായനകളും എന്ന വിഷയത്തെ ആധാരമാക്കിയാണ്. ആദ്യമായി എനിക്ക് ഈ അവസരം നൽകിയ അല്ലാഹു സുബ്ഹാനഹു തആലയെ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. സാമൂഹിക അസമത്വവും സർവ്വവിലക്കുകളും ലംഘിച്ച് തിമിർത്താടുന്ന ഈ കാലത്ത് ലോകത്തിൻ്റെ അധിപനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിഹമതനാവുകയാണെങ്കിൽ ഈ ലോകത്തുള്ള ഏതൊരു പ്രതിസന്ധിക്കും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമായിരുന്നു എന്ന് നോബൽ സമ്മാന ജേതാവായ ബെർണാഡ് ഷാ പ്രസ്താവിക്കുന്നുണ്ട്. ഈ ലോകത്ത് ഒട്ടേറെ ദർശനങ്ങളുണ്ടെങ്കിലും അവക്കൊന്നുമില്ലാത്ത സൗന്ദര്യം തിരുനബി ദർശനങ്ങൾക്കുണ്ടെന്നതാണ് സത്യം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിമർശിക്കുന്നവരിൽ അധികം പേരും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അടുത്തറിയാത്തവരും അവിടുത്തെ ദർശനങ്ങളുടെ സൗന്ദര്യത്തെ ഉൾക്കൊള്ളാത്തവരുമാണ്. തിരുനബി ദർശനങ്ങളുടെ സൗന്ദര്യം ഉൾക്കൊണ്ടാൽ ഏതൊരു വ്യക്തിയും ഇസ്ലാമിലേക്ക് കടന്നു വരുമെന്നുള്ളതാണ് സത്യം. ഫിത്ന എന്ന പേരിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മോശമായി ചിത്രീകരിച്ച സിനിമയാക്കിയ അർണോൾഡ് വാൻ ഡോൺ എന്ന ഹോളണ്ടുകാരൻ പിന്നീട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുത്തറിയുകയും ഇസ്ലാമിലേക്ക് കടന്നു വരികയുമാണ് ഉണ്ടായത്. ഇന്ന് നമ്മുടെ ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കോവിഡ് എന്ന മഹാമാരിക്കെതിരെ ഫലപ്രദമായൊരു മരുന്നോ വാക്സിനോ കണ്ടെത്തിയിട്ടില്ല. എന്നാൽ വൈറസിന്റെ പ്രക്ഷേപണ നിരക്ക് കുറക്കാൻ നമ്മോടെല്ലാവരും നിർദ്ദേശിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഈമാനിന്റെ പാതി എന്ന് പരിചയപ്പെടുത്തി തന്ന ശുചിത്വ മാർഗമാണ്.
ഒരു പകർച്ചവ്യാധി ഉണ്ടായാൽ മറ്റുള്ളവരുടെ സുരക്ഷ മാനിച്ച് വിദേശത്ത് നിന്ന് സ്വദേശത്തേക്ക് വരരുതെന്നും സ്വന്തം സുരക്ഷ മാനിച്ച് സ്വദേശത്തേക്ക് നിന്ന് വിദേശത്തേക്ക് പോവരുതെന്നുമുള്ള തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദർശനമാണ് ഇന്ന് നമ്മുടെ ആരോഗ്യ സംഘടനയ്ക്ക് വരെ പറയാനുള്ളത്. അമേരിക്കയിൽ ജോർജ് ഫ്ലോയ്ഡ് എന്ന കറുത്ത വർഗ്ഗക്കാരനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയപ്പോൾ ലോകം ആകമാനം വർണ്ണവിവേചനക്കെതിരെയുള്ള സമരമായിരുന്നു. എന്നാൽ 14 നൂറ്റാണ്ടുകൾക്കപ്പുറം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെളുവെളുത്ത സൽമാനുൽ ഫാരിസ് തങ്ങളെയും കറുകറുത്ത ബിലാൽ ബിൻ റബാഹ് തങ്ങളെയും ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷിപ്പിച്ച് വർണ്ണവിവേചനത്തിനെതിരെയുള്ള സമരത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. لا فرق بين عربي ولا أعجمي ولا أبيض ولا أسود إلا بالتقوى. ദേശവർണ്ണ വിവേചനങ്ങൾക്കപ്പുറം ഭയഭക്തിയിലാണ് മർമ്മപ്രധാനമെന്നോദിയ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദർശനം ഇന്ന് നമ്മുടെ ലോകത്താകമാനം മലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഘട്ടം ഘട്ടമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടപ്പാക്കിയ മദ്യനിരോധന ഇന്നത്തെ നമ്മുടെ ഭരണാധികാരികൾക്ക് വലിയൊരു മാതൃകയാണ്. ഇന്ന് നമ്മുടെ ലോകം സാമ്പത്തിക പ്രതിസന്ധി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിസന്ധിയുടെ പ്രഭവ കാരണം പലിശയാണെന്നുള്ളതിൽ നമ്മുടെ സാമ്പത്തിക വിദഗ്ധർക്ക് രണ്ടാമതൊരു അഭിപ്രായമില്ല. പലിശ പൂർണ്ണമായി നിരോധിക്കുകയും അവയുമായി ബന്ധപ്പെട്ട മുഴുവൻ പേരെയും ശപിക്കുകയും ചെയ്ത തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദർശനമാണ് ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള ഏറ്റവും വലിയ മാർഗം. പരസ്പര ബന്ധങ്ങളും വിശ്വാസങ്ങളും മുറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അക്രിം ജാറക വലൗകാന കാഫിറ, അക്രിം ജാറക, നീ നിന്റെ അയൽവാസിയെ ബഹുമാനിക്കുക. എങ്ങനെയുള്ള അയൽവാസിയാണ് വലൗകാന കാഫിറ? അവൻ സത്യനിഷേധിയായ അയൽവാസിയാണെങ്കിൽ പോലും അവനെ നീ ബഹുമാനിക്കണം എന്ന് പഠിപ്പിച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വാചകങ്ങൾ ഇന്ന് അനുകരണീയമാണ്. ഇന്ന് നമ്മുടെ ലോകത്ത് ഇന്നേറ്റം വളർന്നുകൊണ്ടിരിക്കുന്ന മതമായി ഇസ്ലാമിനെ മാറ്റിമറിക്കാനുള്ള പ്രഭവ കാരണം തിരുനബി ദർശനങ്ങളാണെന്നും ആധുനിക യുഗത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദർശനങ്ങളാണെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിട. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദ് അവറുകൾ, എൻ്റെ മറ്റു സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ അവിടുത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നാഥൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. നാം എല്ലാവരും അല്ലാഹുവിൻ്റെ ഹബീബിനെ സ്നേഹിക്കുന്നവരാവണം. അല്ലാഹുവിൻ്റെ ഹബീബിനെ സ്നേഹിച്ചത് ഒരു മനുഷ്യർ മാത്രമല്ല, അതല്ലേ ഒരു ദിവസം മദീന പള്ളിയാകെ വിറപ്പിച്ചു കൊണ്ടുവരെ കരച്ചിൽ കേൾക്കുന്നു. അല്ലാഹുവിൻ്റെ ഹബീബ് മിമ്പറിൽ നിറങ്ങി പള്ളിയുടെ മൂലയിലുണ്ടായിരുന്ന ഒരു പഴയ മിമ്പറിൻ്റെ അടുക്കിലേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു, നീ കരയല്ലേ മോനെ. സ്വഹാബത്ത് ഒന്നടക്കം കരഞ്ഞുപോയി. കാരണം കരഞ്ഞത് വെറും മിമ്പറായിരുന്നു. ജീവനില്ലാത്ത വസ്തുക്കൾ പോലും അല്ലാഹുവിൻ്റെ ഹബീബിനെ സ്നേഹിച്ചുവെങ്കിൽ നാമൊക്കെ അല്ലാഹുവിൻ്റെ ഹബീബിനെ സ്നേഹിക്കൽ നിർബന്ധിതരാണ്. അല്ലാഹുവിൻ്റെ ഹബീബിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ മറന്നൊരു തെറ്റ് പോലും ചെയ്യാൻ കഴിയുകയില്ല. നാം ചിന്തിച്ചു നോക്കണം, നാമൊക്കെ അല്ലാഹുവിൻ്റെ ഹബീബിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാവണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, ലോകത്തിന് അനുഗ്രഹ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ലോകമെങ്ങും കൊണ്ടാടപ്പെടുകയാണ്. ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന ഫിൽദ എന്ന പരിപാടിയിലാണല്ലോ നാം ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. വളരെയേറെ കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിച്ച് ഇസ്ലാമിനെ നമ്മുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തന്ന മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ അവസരത്തിൽ ഓർക്കാതിരിക്കാൻ മുസ്ലിം ലോകത്തിന് സാധിക്കുകയില്ല. മുത്തനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് മനുഷ്യത്വം മരവിച്ച കാട്ടാള വർഗത്തിൻ്റെ ഇടയിലേക്കായിരുന്നു. തൗഹീദ് എന്താണെന്നോ ഇസ്ലാം എന്താണെന്നോ കേട്ട് കേൾവി പോലുമില്ലാത്ത കാട്ടാളർക്ക് തൗഹീദ് സമ്മാനിച്ചപ്പോൾ പലരും അത് അംഗീകരിക്കുന്നതിന് പകരം ക്രൂരമായ മർദ്ദനങ്ങൾ കൊണ്ടാണ് അതിന് പ്രതികരിച്ചത്. കണ്ണീർ ചോരയില്ലാത്ത പ്രവർത്തനങ്ങളായിരുന്നു നബി തങ്ങളോട് അവർ കാണിച്ചത്. കള്ളനെന്ന് വിശേഷിപ്പിച്ചു, കൂവി വിളിച്ച് പരിഹസിച്ചു. അതുകൊണ്ടൊന്നും കലി തീരാത്ത വർഗം കാലിൽ കരിങ്കല്ലുകൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചു. വളരെയേറെ മർദ്ദനങ്ങൾ പ്രവാചകൻ സഹിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, മറ്റു എൻ്റെ ശബ്ദം കേൾക്കുന്ന കൂട്ടുകാർ,
മുത്തുനബിയുടെ ജന്മദിനത്തിൻ്റെ ഈ സുന്ദരവേളയിൽ തിരുനബി ദർശനങ്ങളുടെ സൗന്ദര്യവും പുതിയ കാലവായനകളും എന്ന വിഷയത്തിൽ നിങ്ങളുമായി സംവദിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഏതൻസിലെ ദയോധനിസ് എന്ന ചിന്തകൻ പകൽ സമയത്ത് ചിരാത് കത്തിച്ച് നടക്കുകയായിരുന്നു. ജനങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ എന്തിനാണ് പകൽ സമയത്ത് വിളക്ക് കത്തിച്ച് നടക്കുന്നത് എന്ന്. അപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി ആരെയും ചിന്തിപ്പിക്കുന്നതാണ്. നന്മയും മാനവികതയുള്ള ഒരു മനുഷ്യനെ തിരയുകയാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ഇവിടെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദർശനങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയേണ്ടത്. ചരിത്രകാരന്മാർ ദ ഡാർക്ക് ഏജ് അഥവാ ഇരുണ്ട യുഗം എന്ന് വിശേഷിപ്പിച്ച 6-ാം നൂറ്റാണ്ടിനെ സമാധാനവും സൗഹൃദത്വവും കളിയാടുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രീയമാക്കി മാറ്റിയതിൽ മുഖ്യ പങ്ക് മുത്തുനബി സല്ലല്ലാഹു ദർശനങ്ങളായിരുന്നു. മദ്യത്തിലും മയക്കുമരുന്നിലും ആർമാദിച്ച് ലഹരിയുടെ ലോകത്തിൽ മാത്രമായി ജീവിച്ചവരോട് ഒറ്റയടിക്ക് മദ്യം നിഷേധമാക്കാതെ പടിപടിയായി മദ്യവും മറ്റു ലഹരിയും ഉപേക്ഷിക്കുവാൻ കൽപ്പിക്കുകയായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. ഇങ്ങനെയൊരു നീക്കം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടില്ലെങ്കിൽ അവർ ഈ നയത്തെ എതിർക്കുമെന്ന കാര്യം തീർച്ചയാണ്. ഈ പുതിയ കാലത്ത് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു ദർശനവും മാതാപിതാക്കൾക്ക് നേരെയുള്ള അവഗണന. 10 മാസം നമ്മൾ വേദന കടിച്ചു പിടിച്ച് നടന്ന മാതാവിനെയും നമുക്ക് വേണ്ടി ചോര നീരാക്കി രാപ്പകലില്ലാതെ അധ്വാനിച്ച പിതാവിനെയും വർദ്ധിക്കും പിടികൂടുമ്പോൾ നമ്മളവരെ വൃദ്ധസദനത്തിലേക്കും തെരുവിലേക്കും വലിച്ചെറിയുന്നു. ഇങ്ങനെയുള്ളവർക്കുള്ള താക്കീതാണ് അൽ ജന്നത്തുൽ തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. സ്വർഗം മാതാവിൻ്റെ കാൽക്കീഴിലാണ്. ഏതൊരു മനുഷ്യൻ്റെ സ്വപ്നമായ സ്വർഗം അത് മാതാപിതാക്കൾക്ക് സേവനം ചെയ്യുന്നതിലൂടെ ലഭിക്കുക ധ്വനി വചനത്തിലുണ്ട്. അതുപോലെ തന്നെ പ്രവാചകൻ്റെ രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകൾ ഇക്കാലത്തും പ്രബുദ്ധമാണ്. രാജദ്രോഹ പ്രവർത്തനങ്ങളിലൂടെ സ്വദേശത്തിൻ്റെ അഖണ്ഡതയും ആത്മാഭിമാനവും കളുകപ്പെടുത്താൻ ശ്രമിക്കുന്നവർ മനസ്സിലാക്കണം. ഉബ്ബുൽ മിനൽ ഈമാൻ രാജ്യസ്നേഹം വിശ്വാസപരമാണെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഇസ്ലാമിക രാജ്യമാക്കി പ്രഖ്യാപിച്ചപ്പോൾ അവിടെയുള്ള മറ്റു മതക്കാരോട് വളരെ സൗഹൃദപരമായിട്ടാണ് പെരുമാറിയത്. അതുപോലെ നമ്മുടെ ഈ ചുറ്റുപാടത്തിൽ നമ്മൾ നോക്കേണ്ടത് യുദ്ധത്തിന് പുറപ്പെടുന്ന തൻ്റെ അനുയായികളോട് അവിടുന്ന് നൽകിയ നിർദ്ദേശം സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കരുത്, മരങ്ങൾ മുറിച്ചു കളയരുത് എന്നായിരുന്നു. ഇത്തരത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പ്രവാചകൻ്റെ ദർശനങ്ങളും പുതിയ കാലവായനകളും പുതിയൊരു ലോകത്തിൻ്റെ സൃഷ്ടിപ്പിനും ഏറെ പ്രയോജനപരമാണെന്ന് ഞാൻ മനസ്സിലാക്കണം. അവിടുത്തെ മഹത്തായ ദർശനങ്ങൾ നാം മുറുകെ പിടിക്കണം. നാഥൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ ഗുരുവര്യന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാൽ അനുഗ്രഹീതമായ ഈ ഒരു സദസ്സിൽ വെച്ച് തിരുനബിയുടെ മുഅ്ജിസത്തുകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഞാൻ നിങ്ങളോട് ചിലത് സംസാരിക്കട്ടെ. ആദ്യമായി ഈ ഒരു അവസരം ഒരുക്കി തന്ന നാഥൻ സുബ്ഹാനഹു വ തആലയോട് ഞാൻ ആദ്യമായി സ്തുതി പറയട്ടെ. അൽഹംദുലില്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് മുഅ്ജിസത്തുകൾ കാണിച്ചിട്ടുണ്ട്. അതെല്ലാം ദീനിന് വേണ്ടിയാണ്, അള്ളാഹുവിൻ്റെ സഹായത്തോടു കൂടെ ചെയ്തവയാണ്. തിരുനബിയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് അതേതാണ്? അത് മറ്റൊന്നുമല്ല, അത് ഖുർആനാണ്. എന്താണ് ഖുർആൻ ഇത്ര പ്രത്യേകത? അള്ളാഹു അവൻ്റെ 1,24,000 അമ്പിയാക്കളിൽ ഒരു 4 പ്രവാചകന്മാർക്ക് മാത്രമാണ് ഗ്രന്ഥങ്ങൾ നൽകിയിട്ടുള്ളത്. അത് മൂസാ നബിക്ക് തൗറാത്തും, ദാവൂദ് നബിക്ക് സബൂറും, ഈസാ നബിക്ക് ഇഞ്ചീലും, മുഹമ്മദ് നബിക്ക് ഖുർആനുമാണെങ്കിൽ ഖുർആന് മാത്രം എന്താ ഇത്ര പ്രത്യേകത? അത് മറ്റൊന്നുമല്ല, ഖുർആൻ ഇറങ്ങിയതോടുകൂടി മറ്റുള്ള 3 കിതാബുകളും 3 ഗ്രന്ഥങ്ങളും ദുർബലപ്പെട്ടു പോവുകയാണുണ്ടായത്. എന്നാൽ ഖുർആൻ ഈ ലോകത്ത് ഖിയാമത്ത് നാൾ വരെയും നിലനിൽക്കുമെന്ന് അല്ലാഹു തആല നമ്മോട് പറഞ്ഞിട്ടുണ്ട്. തിരുനബിയുടെ മറ്റൊരു മുഅ്ജിസത്ത് അതെന്താണ്? തിരുനബിയുടെ കൈവിരലുകൾക്കിടയിലൂടെ ജലം ഉത്ഭവിച്ചിട്ടുണ്ട്. അത് ഒരു തവണയല്ല, 2 തവണയുമല്ല, 12ഓളം തവണയാണ് തിരുനബിയുടെ കൈവിരലുകൾക്കിടയിലൂടെ ജലപ്രവാഹം നടന്നിട്ടുള്ളത്. ഇസ്മായിൽ നബിയുടെ കാൽച്ചുവട്ടിൽ നിന്ന് ഉത്ഭവിച്ച സംസം 2ാം സ്ഥാനത്തും ഹൗലുൽ കൗസർ 3ാം സ്ഥാനത്തുമാണെങ്കിൽ തിരുനബിയുടെ കൈവിരലുകൾക്കിടയിലൂടെ ഉത്ഭവിച്ച ഈ ഒരു വെള്ളം ലോകത്ത് ശ്രേഷ്ഠതയിൽ വെച്ച് 1ാം സ്ഥാനത്താണ്. അത് 12ഓളം തവണയാണ് അത് നടന്നിട്ടുള്ളത്. എന്താണ് ആ വെള്ളത്തിന് ഇത്ര പ്രത്യേകത എന്ന് ചോദിക്കുന്നവരോട്, അത് തിരുനബിയുടെ കൈവിരലുകൾക്കിടയിൽ നിന്നും ഉത്ഭവിച്ച വെള്ളമാണ്. അതുതന്നെയാണ് അതിന് ഇത്ര പ്രത്യേകത. തിരുനബിയുടെ മറ്റൊരു മുഅ്ജിസത്ത് അത് ചന്ദ്രനെ പുലർത്തി എന്നുള്ളതാണ്. തിരുനബി മക്കയിലെ അബൂ ഖുബൈസ് പർവ്വതത്തിന് മുകളിൽ നിന്നുകൊണ്ട് ആണ് ആ സംഭവം ചെയ്തത്.
അന്നൊരു രാത്രിയിൽ ഖുറൈശികൾ തിരുനബിയോട് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് സിഹറാണ്, നിങ്ങൾ സാഹിറാണ്, നിങ്ങൾ മായാജാലക്കാരനാണ്. നിങ്ങൾ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ആ കാണുന്ന ചന്ദ്രനെ 2 പിളർപ്പാക്കണം. തിരുനബി ചോദിച്ചു, ഞാൻ അങ്ങനെ ചെയ്താൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവർ പറഞ്ഞു, അതെ, ഞങ്ങൾ വിശ്വസിക്കാം. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഖുബൈസ് പർവ്വതത്തിന് മുകളിൽ നിന്നുകൊണ്ട് ചന്ദ്രനെ നോക്കി 2 പിളർപ്പാവാൻ ആംഗ്യം കാണിക്കുകയാണ്. ആ സമയത്ത് തന്നെ ചന്ദ്രൻ 2 പിളർപ്പായി മാറി നിൽക്കുകയാണ്. ആ സമയത്ത് തന്നെ തിരുനബി പറഞ്ഞു, ചന്ദ്രനോട് ഒന്നാവാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ചന്ദ്രൻ ഒന്നായി. എന്നാൽ ഖുറൈശികൾ പറഞ്ഞു, ഇതും സിഹറാണ്. എന്നാൽ ഈ കേരളത്തിലെ മലബാറിലെ ചേരമാൻ പെരുമാൾ രാജാവ് അത് കാണുകയും തിരുഹളറത്തിൽ ചെന്ന് ഇസ്ലാം സ്വീകരിക്കുകയും താജുദ്ദീൻ എന്ന നാമകരണം ചെയ്തുകൊണ്ട് ഒരു സ്വഹാബി വര്യനായി കഴിയുകയുമായിരുന്നു ചെയ്തത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പൂകളാൽ മികവക തികൗലകതിലകം തിലകമേ അളവിലും ഒളിത്തളിബകമേ. പൂകളാൽ മികവക തികൗലകതിലകം തിലകമേ അളവിലും ഒളിത്തളിബകമേ. പൂകളായി പലമില തലമലഗതിനലയൊളി പല ഫല പരിജഗമേ. ഖലീഫ തഗണിത നിധി കൃതി തകജണു തങ്കം ത്രിതജണു ഇണങ്കൃതി സരസി ജലങ്കും. പതിപല അഹദില് മികവില് അകമില് പുകളൊരു തിരുനബി വിധമില് സമതില് പകളൊളി ജിഗവില് ദിഗവില് തികവ ഭഗിയത് തികവില് ഹൃദയമിലക പള്ളുങ്കുദീനിന വിളം ബിതളികയിൽ തുളുമ്പി ലോകമിലായി കളങ്കമില്ല മൊളിന്ത് മുങ്ങിയ ഖലീഫ ഒളി പൂകളായി മികവക തികൗലകതിലക തിലകമേ അളവിലും ഒളിത്തളിബകമേ. അകമിൽ ശ്രുതി കൃതി തടിമുന്തും ഉദകിടും മനധനമുന പൊന്തും. അകമിൽ ശ്രുതി കൃതി തടിമുന്തും ഉദകിടും മനധനമുന പൊന്തും. നിധി പതിമാൽ വിധി ഉദിലങ്കും ലൈലനഹാറിടവേ സുനവിത് കാബരിൻ കഥമാലേ നടുക്കം ഭരണമിൻ ഭയമാലേ ഉടലുകൻ ഉടയവരും മികവാലേ ഉടയവരും മികവാലേ. മികരുടെ കഥതരം സുഹൃതമിൽ അലങ്കൃത സകല സമസമവർ കഥ കഹനം. മികരുടെ കഥതരം സുഹൃതമിൽ അലങ്കൃത സകല സമസമവർ കഥ കഹനം. നുള്ളർപ്പടമേ തകജം അഗമികം സമജം കതിർമാ തകൃതം അൽപ്പുകളൊളി സമൃദ്ധം അതിലൊളിവായ് സമൃദ്ധം ഉമർ ബിൻ അസീസ് അവർ സുഹൃതം. പൂകളാൽ മികവക തികൗലകതിലകം തിലകമേ അളവിലും ഒളിത്തളിബകമേ. സകലം ഇരിവായ് പെരുതണ്ണം അകലെ അനവിധി നിധി ചന്ദ്രം. സകലം ഇരിവായ് പെരുതണ്ണം അകലെ അനവിധി നിധി തന്ത്രൻ. താലം തരം ആക്കി സൂത്രം അമീറവർ ഷറഫാലേ നമഅത്ത് അബിയൽ ഇസ്മാലേ നടുക്കം കഥനമൈ മികവാലേ ശതതമൈ മികവാലേ. മികരുടെ കഥതരം സുഹൃതമില്ലലങ്കൃത സകല സമസമർ കഥ കഹനം. മികരുടെ കഥതരം സുഹൃതമില്ലലങ്കൃത സകല സമസമർ കഥ കഹനം. നല്ലർപ്പടമേ തകജം അഗമികം സമജം കതിർമാ തകൃതം പുകളൊളി സമൃദ്ധം അതിലൊളിവായ് സമൃദ്ധം ഉമർ ബിൻ അസീസ് അവർ സുഹൃതം. പൂകളാൽ മികവക തികൗലകതിലകം തിലകമേ അളവിലും ഒളിത്തളിബകമേ. പൂകളായി പലമില തലമലഗതിനലയൊളി പല ഫല പരിജഗമേ. ഖലീഫ
തഗണിത നിധി കൃതി തകജണു തങ്കം ത്രിതജണു ഇണങ്കൃതി സരസി ജലങ്കും പതിപല അഹദില് മികവില് അകമില് പുകളൊലി തിരുനബി വിധമില് സമതില് പകളൊലി ജിഗവില് തികവ ബഗിയത തികവില് ഹൃദയമിലം പള്ളുങ്കൊതീനിന വിളം വിതാളികയിൽ തുളുമ്പി ലോകമിലായി കളങ്കമില്ല മൊലിന്ത് മുങ്ങിയ ഖലീഫ ഒളി പുകളാൽ മികവക തികൗലകതിലകം തിലകമേ അളവിലും ഒളി തളിബകമേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വഅലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മക്ക ബക്കോ മിക്ക ഹക്കിലത് പമ്പങ്കേശം മികവാ മിക്കോ സുഹൃദപ്പൻ ഷൗക്കിലരിപ്പം ബങ്കോശം തികവാ മക്ക ബക്കോ മിക്ക ഹക്കിലത് പമ്പങ്കേശം മികവാ മിക്കോ സുഹൃദപ്പൻ ഷൗക്കിലരിപ്പം ബങ്കോശം തികവാ തികമികവാലതി ബാധറൊത്ത വാദനം ശോഭ തരിശോട് പുസ്തി കൂതിയൊത്ത ജമാലുൻ ശവ മമത മികന്തോർ സുന്ദരദീനിൻ പോരുളാരിന്തേ മനമതിലെങ്കും മിസാബിറങ്കായി ഉണർത്തി ചിന്ത പിറந்து നടந்து വരർക്കം ബൈത്തുടെ പാശൻ നിശമിലെ സുന്ദരനാദം ചിന്തുമേജബിൻ ഉള്ളറിയാനുണ്ടശയിലെ മക്ക ബക്കോ മിക്ക അക്കിലതിർപ്പം ബങ്കേശം മികവാ മിക്കോ സുഹൃദപ്പൻ ഷൗക്കിലരിപ്പം ബങ്കോശം തികവാ തക്കോർ മിക്കോർ ചൊക്കര മിസാബ് തക്കമെ ഹക്കിഷ വിത്തിടലായി തക്കിടലായി ഒലി വെക്കമിലായി മനം ഷൗക്കാൽ ഫുർക്കാൻ പൂക്കിടലായി തക്കോർ മിക്കോർ ചൊക്കര മിസാബ് തക്കമെ ഹക്കിഷ വിത്തിടലായി തക്കിടലായി ഒലി വെക്കമിലായി മനം ഷൗക്കാൽ ഫുർക്കാൻ പൂക്കിടലായി പേശും വശനത്തിലേശും മുഖമൊളിലെങ്കി പാശം ഹബീബുള്ള നേശം കരമി തടങ്കി ചിങ്കാരത്തിരുപിറ പൊങ്കി ചൊങ്കാലെ മിസാബിറങ്ങി ചിങ്കാരത്തിരുപിറ പൊങ്കി ചൊങ്കാലെ മിസാബിറങ്ങി എങ്കും കുതുകുലറങ്കായി എതിരിട പങ്കിട തീനിറങ്ങിടലായി എങ്കും കുതുകുലറങ്കായി എതിരിട പങ്കിട തീനിറങ്ങിടലായി മക്ക ബക്കോ മിക്ക അക്കിലതിർപ്പം ബങ്കേശം മികവാ മിക്കോ സുഹൃദപ്പൻ ഷൗക്കിലരിപ്പം ബങ്കോശം തികവാ മക്കുറ ബദിക്കടങ്ങൾ മുഷിരിക്കുന്ന എതിർപ്പൊങ്കും തക്ക നോക്കി നടന്നിട ശരമയ്യാൻ മക്കികളും നയന്തിയുടെ കുഫുര്യങ്ങൾ ഖലീഫയുടെ ഹുനസബുനി ബിന്ദുവായിടുമയ്യ മക്കുറ ബദിക്കടങ്ങൾ മുഷിരിക്കുന്ന എതിർപ്പൊങ്കും തക്ക നോക്കി നടന്നിട ശരമയ്യാൻ മക്കികളും നയന്തിയുടെ കുഫുര്യങ്ങൾ ഖലീഫയുടെ ഹുനസബുനി ബിന്ദുവായിടുമയ്യ അയ്യെന്നെ ഹദവ് നിന്ന് പൊയ്യും മിസാബ് വന്ന് പൊയ്യൽ പൊയ്മൊളിയുന്നേ കൊയ്യും തലമുകളിന്ന് ഹുബ്ബാലെ ചേർത്ത് ഹുനാസ അൻപാലെ ചൊല്ലിടുത്താശ ഹുബ്ബാലെ ചേർത്ത് ഹുനാസ അൻപാലെ ചൊല്ലിടുത്താശ റബ്ബുകളെ വിട കൊള്ളുക വയ്യ അബ്ബ മുഖദ്ദിമിലുള്ളൊരു വഹ്യ റബ്ബുകളെ വിട കൊള്ളുക വയ്യ അബ്ബ മുഖദ്ദിമിലുള്ളൊരു വഹ്യ മക്ക ബക്കോ മിക്ക അക്കിലതിർപ്പം ബങ്കേശം മികവാ മിക്കോ സുഹൃദപ്പൻ ഷൗക്കിലരിപ്പം ബങ്കോശം തികവാ തികമികവാലതി വാദറൊത്ത വാദനം ശോഭ പുകളാൽ മികവക തികൗലകതില തിലകമേ അളവിലും ഒളിത്തെളി ഭഗമേ പുകളാൽ പല നിലം തലമലകതിലലയ പല പല പതി ജഗമേ ഖലീഫ തകുനിതനിത് കൃതി തകജണു തങ്കം ഹൃദജണു കിണകൃതി സരസിതലങ്കു പതിപരാതിൽ മികവിലകമിൽ പുകളൊലി തിരുനബി തമിഴ് സമതിരി പുകള കവിലിച്ച് കവിലി തികവ പകതിർദാതൻ മികതിരുത്ത പാളുങ്കുതീനി വിളമ്പി തളികയിൽ തുളുന്തി ലോകമിലായി കളങ്കമില്ല ഒളിന്ത് മുന്തി ഖലീഫോളി പുകളാൽ മികവകത്തി ഗൗരഗതിൽ തിലകമേ അളവിലും ഒളിത്തെളി ഭാഗമേ
അകമിൽ ശ്രുതി കൃതി തടിമുന്തും ഉതകിടും മനകനമുന പൊന്തും നിധി പതിവായി വിധി ഉതിലെങ്കും ലൈലിനഹാറിടവേ സുനാവിത്ത് ഉബൈൽ അതമാലേ നടുകും ഭരണമൻ ഭയമാലേ ഉടലും ഉടയവരും മികവാലേ ഉടയവരും മികവാലേ. വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുകളാൽ മികവക തികവുലകതിലകം തിലകമേ അളവിലും മൊളി തെളിഭാഗമേ പുകളായി പല നില തലം അലകതിലലയൊളി പല പല പതി ജഗമേ ഖലീഫ തഗുണിത നിധി കൃതി തക ജണു തങ്കം ത്രിത ജണ കിണൃതി സരസിജലെങ്കും പല പല ഹതില് മികവരാഗമില് പുകളൊളി തിരുണു വിവിധമില് സ്വമതില് പകലൊളി മികവില് ചിക്കമില് തികവ പകയത് തികവതി ഹൃദയമില് മികവ പളുങ്കുതീനിനെ വിളമ്പി തളികയിൽ തുളുമ്പി ലോകമിലായി കളങ്കമില്ല മൊളിന്ത് മുന്തിയ ഖലീഫ ഒളി പുകളായി പുകളാൽ മികവക തികവുലകതിലകം തിലകമേ അളവിലും മൊളി തെളിഭാഗമേ. അകമിൽ ശ്രുതി കൃതി തടിമുന്തും ഉതകിടും മനകനമുന പൊന്തും നിധി പതിമാൻ വിധി ഉതിലെങ്കും ലൈലിനഹാറിടവേ സുനവിത്ത് കാബാര് അതമാലേ നടുക്കം ഭരണമേ ഭയമാലേ ഉടലുകനുടയവരും മികവാലേ ഉഴയവരും മികവാലേ. മികരുടെ കഥതരം സുഹൃതമിൽ അലകൃത സകല സമർദ്ദമേർ കഥകഹനം മികരുടെ കഥതരം സുഹൃതമിൽ അലകൃത സകല സമർദ്ദമേർ കഥകഹനം വളർപ്പെടുമേ തകജം അഗാമികം സമജം കത്രമാത്ത് കൃതാമിക പുകളൊളി പ്രകൃതം അതിലൊളിവായി സമൃദ്ധം ഉമർ ബിൻ അസീസ് അവർ സുഹൃതം പുകളാൽ മികവക തികവുലകതിലകം തിലകമേ അളവിലും ഒളി തെളിഭാഗമേ. വകകൾ ഉരൈവാൻ പെരുതണ്ണം പകുതിത് മതിമഹിമകൾ വണ്ണം ഉതിമഹിമാ പദവി വിളങ്ങും നിപ്പത് സോഫതിലായി പുകൾ മുത്ത് ഇറസൂലിൻ സ്വല്ലല്ലാ ഗുരുത്തമ പൊരുത്തം തന്തരല്ലാ വിധി കവി ഇബ്നു അബുവിലും അല്ലാ ഇബ്നു അബുവിലും അല്ലാ. മികരുടെ കഥതരം സുഹൃതമിൽ അലകൃത സകല സമർദ്ദമേർ കഥകഹനം മികരുടെ കഥതരം സുഹൃതമിൽ അലകൃത സകല സമർദ്ദമേർ കഥകഹനം വളർപ്പെടുമേ തകജം അഗാമികം സമജം കത്രമാത്ത് കൃതാമിക പുകളൊളി പ്രകൃതം അതിലൊളിവായി സമൃദ്ധം ഉമർ ബിൻ അസീസ് അവർ സുഹൃതം പുകളാൽ മികവക തികവുലകതിലകം തിലകമേ അളവിലും ഒളി തെളിഭാഗമേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.